എന്നാലും രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം നടപ്പാക്കാൻ ഈ മോദിക്ക് പറ്റുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി അയ്യോ എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. എന്റെ രാഹുൽ ഗാന്ധിന്റെ ആഗ്രഹം. നിങ്ങളെ മുത്തശ്ശിയില്ലേ? മുത്തശ്ശി എന്ത് പറ്റി? ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം നിങ്ങളെന്താ മുത്തശ്ശീനെ കുളിക്കുന്നത്? അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. ആടി എന്തൊരവസ്ഥ ഇപ്പൊ ഓർമ്മിപ്പിക്കല്ലപ്പാ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. ഫാസിസ്റ്റ് ഭരണാധികാരി പിണറായി വിജയൻ അതിന് തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ. ആ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ വലിയൊരു ആഗ്രഹമാണ്. അദ്ദേഹം പലരോട് ചോദിച്ചു, മോദിജിയോട് ചോദിച്ചു, എത്ര കാലമായി നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. ഞങ്ങളുടെ മറ്റ് സഹപ്രവർത്തകർ, ഡൽഹിയിലുള്ള സഹപ്രവർത്തകർ പോലീസിൽ പരാതി കൊടുപ്പിച്ചാണ് കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്തത്, ജയിലിൽ അടച്ചിട്ട്. പിന്നെ അത് പ്രശ്നമായപ്പോഴാണ് ഞങ്ങൾ പിന്തുണക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിഷേധത്തെ. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളാണ് കൊടുത്തത്. എന്നാലും ആ രാഹുൽ ഗാന്ധിയുടെ ഒരു ആഗ്രഹമല്ലേ, ഞങ്ങളുടെ നേതാവല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ ഈ ഫാസിസ്റ്റ് പിണറായിക്ക്? എന്തുകൊണ്ടാണ് പിണറായിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? ഒന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു ആഗ്രഹം പറഞ്ഞപ്പം മൂപ്പര് മുത്തശ്ശിക്ക് വരെ വിളിച്ചെന്ന്, നമ്മുടെ നേതാവിന്റെ മുത്തശ്ശിക്ക് വരെ വിളിച്ച്. നിങ്ങളെ മുത്തശ്ശിയില്ലേ? മുത്തശ്ശി എന്ത് പറ്റി? ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം നിങ്ങളെന്താ മുത്തശ്ശീനെ കുളിക്കുന്നത്? അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ആടി എന്തൊരവസ്ഥ ഇപ്പൊ ഓർമ്മിപ്പിക്കല്ലപ്പാ. നമ്മളെ രാഹുൽ ഗാന്ധിന്റെ ഒരു ആഗ്രഹം വേറെ തരത്തിലാണ്. മൂപ്പരത്തിൽ ED വന്നിട്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ദിവസമാണ് മൂപ്പരുടെ സ്വപ്നം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. എന്നാലും നമ്മളെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വപ്നം നടത്തി കൊടുക്കാൻ പറ്റുന്നില്ലല്ലപ്പാ. ഈ മോദിജി എന്ത് വൃത്തികെട്ടവനാണോ, ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലോ. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ്, വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യമായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തില്. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്ക്, എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം വിജിലൻസ് അല്ല, CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. അതെന്തിപ്പോ മൂപ്പര് പറയുന്നത് മൊന വെച്ച വർത്താനം? നമ്മുടെ രാഹുൽ ഗാന്ധിനെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ബോധം പോയിനാ? സോണിയാഗാന്ധിക്ക് ബോധം പോയിന്? ഇല്ലല്ലോ, സോണിയാഗാന്ധിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ നേരത്തെ പോയത്. രാഹുൽ ഗാന്ധിക്ക് അത്രയും നേരം വെറുതെ ഇരുന്ന് മടുത്തിട്ടാണ് പോയത്. അല്ലാണ്ട് ബോധം കെട്ട് വീണ കഥയൊന്നും ഇല്ലല്ലോപ്പാ. എന്തെന്ന് ഈ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. മിതമായി ഞാനിപ്പോ പറയുന്നുള്ളൂ, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്നാൽ എന്തെന്നാ പിണറായി വിജയൻ ഒന്ന് ജയിലിൽ അടച്ചൂടെ? നമ്മളെ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തൂടെ? കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇലക്ഷൻ, അതിനിടയിൽ തന്നെ വേണം. നിങ്ങൾ ആ SFIO ഒക്കെ ഞങ്ങളെ നേതാക്കന്മാർ, കേരളത്തിൽ നമ്മളെ സതീശൻ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാർ, അനിൽ അക്കര എന്നെല്ലാം പറഞ്ഞ നേതാക്കന്മാർ നിരന്തരം പരാതി കൊടുത്തിട്ടാണ് CBI, ED, കസ്റ്റംസും സകല ആളുകളും കേരളത്തിലേക്ക് വന്നത്. എന്നിട്ട് അറസ്റ്റ് വരെ പോകാൻ പറ്റുന്നില്ല. ഇത് എന്തെന്ന് എൻ്റെ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ആഗ്രഹമല്ല, അത് സാധിച്ചു കൊടുത്തൂടെ ഇയാൾക്ക്? കേരളത്തില് എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന, ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്. അവരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തുന്നതാ, വെറുതെ നിൽക്കുന്നതല്ല. ഒരു പറ്റം, ഒരു സംഘം അങ്ങനെയുണ്ട്. ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവരിനിയും തുടരും. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിന്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട്. ആ സംരക്ഷകരായിരിക്കുന്നവര് ഇവിടെ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. എന്നാലും രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം നടപ്പാക്കാൻ ഈ മോദിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് ദുഷ്ടനാണ് ഈ മോദി. രാജി വെച്ച് പുറത്തു പോയി കൂടെ? പിണറായി വിജയനെ പോലുള്ള ഫാസിസ്റ്റുകളെ പിടിച്ച് അകത്തിടാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഈ മോദി ഭരിക്കുന്നത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ
ഉണ്ടാക്കരുത് കേട്ടോ, അത് നല്ലതല്ല. രാഹുൽ ഗാന്ധി എന്തോരം ദൂരം യാത്ര ചെയ്തതാ, കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ, പിന്നെ ഇങ്ങനെ വട്ടത്തിലും നീളത്തിലും ഒക്കെ യാത്ര നടത്തി. മൂപ്പര് സ്നേഹത്തിൻ്റെ കട തുടങ്ങി. എന്നാൽ ആ കടേൻ്റെ അരുവത്തെങ്ങാനും പോകുമ്പോൾ ഒന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കാണിക്കും എന്നൊക്കെ മൂപ്പര് പ്രതീക്ഷിച്ചു. ഭയങ്കര മാറ്റമൊക്കെ മൂപ്പർക്കുണ്ടായി. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. അതൊന്നും പോരാഞ്ഞ് രാഹുൽ ഗാന്ധി പൗരത്വത്തിൻ്റെ കാര്യം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ പിണറായി വിജയൻ എന്തെല്ലാണ് ഈ പറയുന്നത്? പൗരത്വ നിയമത്തിനൊക്കെ എന്താ പ്രസക്തി? പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യലല്ലേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രധാന പരിപാടി ആവേണ്ടത്? പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തൊരു വിഷയമല്ലേ? ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഡൽഹിയിലെ പ്രക്ഷോഭത്തില് ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ? എന്തേ കാണാൻ ഇല്ലാതിരുന്നത്? കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടില്ല. കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത്? ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറ, ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങലുണ്ടായത് എന്ന്? എന്തിന്നിപ്പോൾ ഈ പിണറായി വിജയൻ പറയുന്നത്? നമ്മുടെ സ്വന്തം ചങ്കിന് വേണ്ടിയിട്ടൊന്ന് ജയിലിൽ പോകാൻ പോലും തയ്യാറാകാത്ത ദുഷ്ടൻ. അതിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നും അവിടെ നിന്നൊക്കെ എത്രയോ ഏജൻസികൾ വന്നു. നിങ്ങൾക്കൊന്ന് വഴങ്ങി കൊടുത്തൂടെ? നിങ്ങൾ ഈ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, മൊത്തം കൊള്ള നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചൂടെ? നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ആഗ്രഹമല്ലേ? എന്നിട്ടിപ്പോൾ പൗരത്വ നിയമം കൊണ്ട് വന്നിരിക്കുക. പൗരത്വ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് രാഹുൽ ഗാന്ധി ഒന്നും പറയണ്ട, പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകര്? എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ മറുപടി പറഞ്ഞത്? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രാത്രി ആലോചിച്ച് പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി. എത്ര പരിഹാസ്യമാണത്! അതിലെന്തെന്നാ ഇത്ര പരിഹാസം? രാത്രി ആലോചിച്ചിട്ട് പറയാന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞത്? രാത്രി ആലോചിച്ചിട്ട് പറയും. രാത്രി ഇപ്പം ഇന്നലെ മാത്രം മിനിയാന്ന് മാത്രമൊന്നുമല്ല, എത്ര രാത്രിയുണ്ട്, ഇനി എത്ര രാത്രി വരും? രാത്രികളായ രാത്രികളൊക്കെ വരട്ടെ. അത് വരുമ്പോൾ നമ്മൾ പറയില്ലേ, രാത്രി ഏതെങ്കിലും ഒരു രാത്രി കഴിഞ്ഞിട്ട് പറയും. പൗരത്വ നിയമം അതിൻ്റെ വഴിക്ക് വരട്ടെ. നമ്മളെ രാത്രി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു രാത്രി കഴിഞ്ഞിട്ട് നമ്മളെ പ്രസിഡന്റ് പറയും. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്ത, ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി. എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി? നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പറയൂന്ന് വിചാരിച്ചു. പറഞ്ഞോ? കെജ്രിവാളിനെ പോലും ജയിലിൽ അടപ്പിച്ച പ്രസ്ഥാനമാണ്, പരാതി കൊടുത്ത പ്രസ്ഥാനമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിൻ്റെ ശിഷ്യന്മാരാണ്. എന്നിട്ടിപ്പോൾ പിണറായി വിജയൻ എന്താ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ? ജയിലിൽ പോയിക്കൂടെ? കുറേ പരാതി നമ്മൾ സതീഷ് ചേട്ടനും അനിലാക്കരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് യേശുന്നില്ലല്ലോപ്പാ. ഈ രാഹുൽ ഗാന്ധിൻ്റെ ഒരു ആഗ്രഹം ഇനി എങ്ങനെ സാധിക്കും? പിണറായി വിജയൻ ഒന്ന് ജയിലിൽ പോയിക്കൂടെ? ദുഷ്ടനെ. കെജ്രിവാളിനെതിരെയുള്ള കേസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാണ്. അവരാണ് ഡൽഹി പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഡൽഹി പോലീസിന് വലിയ സന്തോഷം, ഇത്തരൊരു പരാതി കിട്ടിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പിന്നാലെയാണ് ED എത്തിപ്പെടുന്നത്. അത് കോൺഗ്രസ് അല്ലേ? നിങ്ങളെപ്പോലെ CPM ഒന്നല്ലോ. നമ്മൾ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ കുറേ പാർട്ടിക്കാരെന്താ അവിടെ ഇവിടെയൊക്കെ ചിഹ്നം നിർത്താനും പിന്നെന്തോ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാനും ഒക്കെ അല്ലേ മത്സരിക്കുന്നത്. ഞങ്ങളും BJP ഒക്കെ മത്സരിക്കാൻ വേണ്ടി ഞങ്ങളും BJP ഒക്കെ ഭരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ്. അതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ശീലമുണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പിണറായി വിജയൻ ഒന്ന് അറസ്റ്റിന് വഴങ്ങ്. മോദിജി വന്നിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് വഴങ്ങ്. ED ഒരു വർഷം മുൻപ് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നില എന്താ?
പരസ്യമായാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇദ്ദേഹമല്ലേ മുഖ്യ സൂത്രധാരകൻ. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നില. നമുക്കിങ്ങനെ പിടിച്ചെടുത്ത് ഭരിക്കണം. ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പരാതി കൊടുപ്പിച്ച് എന്തിനാണെന്നറിയാം? നമുക്കവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്ക്. BJP വേറെ അല്ലേ, BJPക്കാരെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കൂല. പിന്നെ അത് കഴിഞ്ഞ് മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. എന്നിട്ട് വേണമല്ലോ നമുക്ക് അവിടെ പാർട്ടി വളർത്താൻ. നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെയാണ് നിവേദനം. അപ്പൊ ആ നിവേദനത്തിൽ പറയും ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, ഇതൊക്കെ ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് എഴുതി കൊടുക്കണം. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ചാരിയല്ലേ നിന്നത്? നിങ്ങളടക്കമല്ലേ 18 സംഘം ഈ കേരളത്തിൽ നിന്നുള്ള MP-മാര്? രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നിങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഈ നാടിനോട് നീതി ചെയ്തോ? ഈ നാടിന്റെ പ്രശ്നങ്ങളോട് നീതി ചെയ്തോ? എന്താണ് നിങ്ങൾക്ക് BJP ഗവൺമെന്റിനോട് ചാരി നിൽക്കാനുള്ള ബാധ്യത? നിങ്ങൾ ഇപ്പോ പറയുന്നു ഞാനങ്ങ് എതിർക്കുകയാണ്. ഇതാണോ എതിർപ്പ്? പ്രസംഗത്തിൽ 2 വാചകം പറഞ്ഞ് ആ വാചകമാണോ എതിർപ്പ്? നിലപാടുകളല്ലേ പ്രശ്നം. ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നല്ലോ. ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടല്ലേ പ്രശ്നം. ആ നിലപാട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു തലയുയർത്തി പറയാൻ കഴിയോ? എൻ്റെ രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹം നടപ്പാക്കി കൊടുക്കുന്നില്ലല്ലോ പിണറായി തൊലഞ്ഞു പോട്ടെ. ഞങ്ങൾ ചോദിക്കുമില്ല. നിങ്ങളെ 58 മണിക്കൂർ ഇടി ചോദ്യം ചെയ്യില്ലേ? എന്നിട്ട് നിങ്ങളെ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിക്കില്ല. കാരണം നിങ്ങളെ ചോദ്യം ചെയ്യുന്നതും രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടിക്കിടക്കുകയല്ലേ രാഹുൽ ഗാന്ധി? നിങ്ങൾ ഉത്തർപ്രദേശിൽ എത്ര ദിവസം പ്രചാരവേല നടത്തി? ഏറ്റവും ഒടുവിൽ അഖിലേഷ് യാദവിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി നിങ്ങൾ ഒരു പരസ്യ പത്രസമ്മേളനത്തിലേക്ക് വന്നു. നിങ്ങൾ കർണാടകയിൽ എത്ര തവണ നിങ്ങൾ പര്യടനം നടത്തി? എന്തെന്ന് ഇപ്പൊ ഈ രാജീവ് എല്ലാം പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഒരു ആഗ്രഹമല്ലേ മൂപ്പര് പറയുന്നത്? അമ്മാതിരി ആഗ്രഹം മൂപ്പർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടത്തി കൊടുത്തൂടെ? ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമല്ലേ? ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഫാസിസ്റ്റുകളായ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആളുകളെ അറസ്റ്റ് ചെയ്തിട്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ കരുത്ത് തെളിയിക്കണം. സ്വന്തക്കാരെ, കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അറസ്റ്റ്, കുടുംബക്കാരല്ല കേട്ടോ, മറ്റ് പാർട്ടിക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങ് തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ 170 കോടി ബോണ്ടൊക്കെ കൊടുക്കുന്നത് അളിയന്മാരുടെയൊക്കെ കാര്യത്തിലാണ്. മറ്റത് നമ്മൾ ഒന്നും നിൽക്കില്ല, അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചോദിച്ച ചോദ്യം ഇന്നും നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങളാ ചോദിച്ചത് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് ഇവിടെ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോ ഞങ്ങൾ പറയുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈക്വലായി മത്സരിക്കാൻ തുല്യമായ നിലയുണ്ടാകണം. അത് തെറ്റായ സമീപനമാണ്. നിങ്ങളുടെ നിലപാടെന്തോ? രാഹുൽ ഗാന്ധിയുടെ ഒരു ആശ സാധിച്ചു കൊടുത്തില്ലല്ലോ. എന്ത് ഫാസിസ്റ്റ് ഭരണകൂടമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ സതീഷ് ചേട്ടനൊക്കെ എപ്പോഴും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ആഗ്രഹമില്ല. പിണറായി വിജയൻ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ട് കാണേണ്ടത് മൂപ്പരുടെ ഒരു ആഗ്രഹമാണ്. മൂപ്പരുടെ ആഗ്രഹം എല്ലാം എല്ലാവരും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. മൂപ്പര് എന്താഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് പിണറായി വിജയൻ ജയിലിലിടണം എന്നുള്ളത് മൂപ്പരുടെ ഒരു ആഗ്രഹമായിരുന്നു. അതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം എന്താ പറ്റാത്തത്?